ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് പറ്റാത്ത ചില ഭക്ഷണങ്ങളെപ്പറ്റി ഒന്ന് പറയാമെന്ന് വെച്ചു. എൻ്റെ എക്സ്പീരിയൻസാണ്, ഓൺ എക്സ്പീരിയൻസാണ്. എല്ലാവർക്കും അത് അങ്ങനെ ആവണമെന്നില്ല. ഓരോ മനുഷ്യനും ഓരോ പ്രത്യേകതകളുണ്ട്. ശരീരപ്രകൃതിയും ക്യാരക്ടറിലും നമ്മുടെ ഇഷ്ടങ്ങളിലും എല്ലാത്തിലും വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണലായ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വെച്ചു. കാരണം ഇത് സമാനമായ എക്സ്പീരിയൻസ് വേറെ ചില ആൾക്കാർക്ക് കണ്ടുകൊണ്ടാണ് ഞാൻ പറയണം. ഒരു 3 വർഷം മുന്നേ വരെ എനിക്ക് ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. കാരണം നമ്മൾ ഈ ഹീലിംഗ് പരിപാടി ആളുകളുടെ ഹീലിംഗ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി എൻ്റെ ശരീരത്തിൽ കയറുന്നൊരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. അതൊരു കാരണം. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ഇത് ഹീൽ ചെയ്ത് കളയാനായിട്ട് ഒരുപാട് ശ്രമം ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അതുപോലെ ഞാനിങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഓരോ നാളികേരം മുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യും, അമ്പലത്തിൽ പോയിരിക്കും. പക്ഷെ എന്നാലും പൂർണ്ണമായിട്ടത് പോയിരുന്നില്ല. അപ്പോൾ ഇതിന് എന്താണ് ഇതിൻ്റെ കാരണം എന്നിങ്ങനെ അന്വേഷിച്ച് നടന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ്റെ മോളാണ് എനിക്ക് പറഞ്ഞു തന്നത്. അവളേതൊരു പുസ്തകത്തിൽ വായിച്ചതാണ് ഈ അറിവ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് 2 സാധനങ്ങളാണ് വർജിക്കാനായിട്ട് പറഞ്ഞത്. ഒന്ന് ഉഴുന്ന്, മറ്റൊന്ന് ഉരുളക്കിഴങ്ങ്. ആക്ച്വലി ആ സമയങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അതൊക്കെയായിരുന്നു. ദോശ, ഇഡ്ഡലി ഡെയിലി ഇത് മാറി മാറി കഴിക്കുമായിരുന്നു. ഉരുളക്കിഴങ്ങിൻ്റെ കറികളും കഴിക്കുമായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് അതൊക്കെ. പപ്പടം അതും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ ഒരാൾ പറയുമ്പോൾ ഇപ്പോൾ ഞാനത് ആരാണെന്നില്ല, ആര് പറഞ്ഞാലും ഒരു കാര്യം നല്ല കാര്യം ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് ചെയ്ത് നോക്കാറുണ്ട്. ചെയ്തിട്ട് അതിനകത്ത് ഗുണദോഷങ്ങൾ ഞാനത് വിലയിരുത്തും. അല്ലാതെ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ അത് ശരിയല്ല അങ്ങനെ പറഞ്ഞ സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല. അതുകൊണ്ടാണ് പല കാര്യങ്ങളും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, പുതിയ പുതിയ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഒരു ചിന്ത ഉള്ളിലുള്ളതുകൊണ്ടാണ്. കുട്ടി പറഞ്ഞാൽ പോലും ഞാനത് ഗൗരവത്തോടെ കാണുന്നതാണ്. നമ്മൾ പൊതുവേ ആളുകൾക്കുള്ളൊരു പ്രശ്നം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ഒരാൾ പറയുന്നു, ഉടനെ തന്നെ കുറേ അറിവുള്ള ഒരാൾ ഉടനെ പറയുന്നു അത് ചുമ്മാതാണ് എന്ന് പറയുന്നു. അയാളത് അതിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമാണ് ആ പറയുന്ന കാര്യം ശരിയാണ് തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ ഞാൻ ഈ ഒരു കാര്യം ഒന്ന് പരീക്ഷ നോക്കി. അപ്പോൾ ഞാൻ പതിയെ ഭക്ഷണ രീതി ഒന്ന് മാറ്റിയിട്ട് മറ്റുള്ള നമ്മുടെ സാധാരണ മലയാളികൾ കഴിക്കുന്ന പുട്ട്, വെള്ളയപ്പം അതുപോലെ സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇതങ്ങോട്ട് ഒഴിവാക്കി കംപ്ലീറ്റ്. അതുപോലെ ഹോട്ടലുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ട വിഭവമാണ് മസാല ദോശ. തമിഴ്നാട്ടിലൊക്കെ പോയാൽ സ്ഥിരം ഇതൊക്കെയാണ് കഴിക്കുക, അങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ കഴിക്കുക. അപ്പോൾ അത് ഹോട്ടലിൽ നമ്മൾ യാത്ര പോകുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ വരും, പോകുമ്പോൾ മസാല ദോശ കഴിക്കാമല്ല എന്നുള്ളൊരു സാധനമൊക്കെ ചിന്ത വന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ മസാല ദോശ വേറൊരു വൈബാണ്. പിന്നെ അവിടുത്തെ കിട്ടുന്ന കുറേ ചമ്മന്തികൾ കാര്യങ്ങളൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത് എപ്പോഴും നമുക്കൊരു ഇഷ്ടമുള്ള ഒരു സംഗതിയായിരുന്നു. അപ്പോൾ ഇത് വർദ്ധിച്ചു. ഇത് നിർത്തി വിത്തിൻ 2 days എൻ്റെ ഗ്യാസ്ട്രിക് പ്രോബ്ലം മാറി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്തരം ചില കാര്യങ്ങൾ, ഭക്ഷണ രീതികളും നമ്മളെ ആത്മീയപാതയിൽ സഞ്ചരിക്കുന്ന ആളുകളെ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നുള്ള ഒരു സംഗതി. അപ്പോൾ ഇത് ഞാൻ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ശേഷം പിന്നെ ഞാൻ സ്ഥിരമായിട്ട് നമ്മുടെ ഈ പുട്ട്, വെള്ളയപ്പം, ഇടിയപ്പം അതുപോലെ സാധനങ്ങളോട്ട് ഞാൻ കംപ്ലീറ്റ് മാറി. അത് ശേഷം ഞാൻ ഇടയ്ക്ക് കുറേ ആൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്ന് മസാല ദോശ പരീക്ഷിച്ചു. അതെവിടെയാണ്, നമ്മൾ പുറത്തേക്ക് തമിഴ്നാട്ടിൽ പോയ സമയത്ത് ഞാൻ വെച്ച് തമിഴ്നാട്ടിലെ മസാല ദോശയ്ക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് വെച്ച് എന്ന് വെച്ച് ഞാനന്ന് കഴിച്ച് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലം തുടങ്ങി. എനിക്ക് ഭയങ്കര പ്രശ്നമായി. അതിനുശേഷം ഞാനത് നോക്കിയും കണ്ടാൽ ചെയ്യാറുള്ളൂ. പിന്നെ ചിലർ പറയും വെളുത്തുള്ളി കൂടുതൽ കഴിച്ചാൽ മതി എന്നൊക്കെ പറയും. ചിലപ്പോൾ അത് ശരിയായിരിക്കാം. എന്നിരുന്നാലും വേറെ ഓപ്ഷൻസ് നമുക്കുള്ളതുകൊണ്ട് അത് തന്നെ കഴിക്കണമെന്ന് നിർബന്ധമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പയ്യെ അത് സ്കിപ്പ് ചെയ്തു. ഇപ്പോൾ ഈ യാത്ര പോയപ്പോൾ ഞാൻ മസാല ദോശ കഴിച്ചായിരുന്നു. അത് കഴിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ചെറിയ ഗ്യാസ്ട്രിക് ഇഷ്യൂ പോകണ വഴിക്കുണ്ടായിരുന്നു. പക്ഷേ അത് വന്നപ്പോഴേക്ക് മാറി, കുഴപ്പമില്ല. കാരണം തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെയല്ലേ കിട്ടുള്ളൂ. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ സാധനങ്ങളൊന്നും അവിടെ കിട്ടില്ല. അതുകൊണ്ട് കിട്ടുന്ന ഭക്ഷണം കഴിക്കാമെന്നുള്ള ഒരു പോളിസിയാണ് എനിക്കുള്ളത്. ഇന്നത് വേണമെന്ന് അങ്ങനെ വാശി നിർബന്ധമൊന്നും ഞാൻ കാണിക്കാറില്ല. പക്ഷേ ഇതിങ്ങനെ സംഭവം ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ ചിലർ പറയും കപ്പലണ്ടി ചിലർക്ക് പറ്റില്ലെന്ന് പറയും. അപ്പോൾ നമുക്ക് പറ്റുന്ന ഭക്ഷണം ഏതാണ്, പറ്റാത്ത ഭക്ഷണം ഏതാണെന്ന് ഓരോ വ്യക്തിയും കണ്ടുപിടിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഗതി അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാം മാറി മാറി ഒന്ന് നോക്കുക. ഭക്ഷണം മാത്രമല്ല, നമ്മൾ ചിലപ്പോൾ പോകുന്ന സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. കംഫർട്ടബിളായിട്ടുള്ള എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങളുടെ പകുതി പ്രശ്നം അങ്ങനെ മാറും. നമ്മളിരിക്കുന്ന സ്ഥലങ്ങൾ, ഇരിക്കുന്ന മുറി, കിടക്കുന്ന റൂം, നിങ്ങൾ പതിവായി പോകുന്ന സ്ഥലങ്ങൾ, ആ മറ്റുള്ളവരുടെ വീടുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്.
നിങ്ങൾ ഫോണിൽ കൂടി സ്ഥിരമായിട്ട് സംസാരിക്കുന്ന ആളുകൾ. അപ്പോൾ ആരോട് സംസാരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവണമെന്ന്, എനർജി ഇഷ്യൂ ഉണ്ടാവണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ചിലരോട് സംസാരിച്ചാൽ നിങ്ങളുടെ ചാർജ് കയറും, ചിലരോട് സംസാരിച്ചാൽ നിങ്ങളുടെ എനർജി ഇറങ്ങി അങ്ങോട്ട് പോകും. അപ്പോൾ ഇത്തരം പല വ്യക്തികളുമുണ്ട്. കാരണം അവരുടെ സംസാരത്തിൻ്റെ രീതികൾ പോസിറ്റിവിറ്റി ചിലർക്ക് ഉണ്ടാവും. അതുപോലെ എനർജി വലിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനർജി വലിച്ചെടുക്കുന്ന ആളെ പറ്റി. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മളുടെ എനർജി സെറ്റാവണത്. അപ്പോൾ ചിലരോടൊക്കെ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ വറ്റി വരണ്ട് ഇങ്ങനെ ഉണങ്ങിപ്പോകുന്ന പോലെ തോന്നും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഊർജ്ജം ഉണ്ടാവില്ല. അവർ എനർജി വലിച്ചെടുക്കുന്ന ആൾക്കാരാണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിലുള്ള ചില ബാഡ് എനർജീസ്, ചിലപ്പോൾ ബാധകളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ വേഗം സംസാരം സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ടൊന്ന് ജപിക്കുക, ധ്യാനിക്കുക, ചാർജ് കയറ്റുക. അപ്പോൾ ഈ ഉഴുന്ന് ഭക്ഷണം കഴിക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളവർ ശ്രദ്ധിക്കുക. അല്ലാത്തവർ ഓക്കെ, അവർക്കത് സ്യൂട്ടബിൾ ആയിരിക്കും, പിന്നെ അവർ ചിന്തിക്കേണ്ടതില്ല. പക്ഷേ ഗ്യാസ്ട്രിക് പ്രോബ്ലം മാറാത്ത ആൾക്കാർ ഈ ഭക്ഷണങ്ങളും ശ്രദ്ധിക്കുക. കാരണം എനിക്കത് ഒഴിവാക്കിയപ്പോഴാണ് എൻ്റെ ഗ്യാസ്ട്രിക് പ്രോബ്ലം മാറിയത്. പിന്നെ നോർമൽ സ്റ്റൊമക്കാണ്, എനിക്കൊരു കുഴപ്പമുണ്ടാവാറില്ല. പിന്നെ ആളുകളുടെ നമ്മൾ ഈ മഹാകാളി ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ് പിന്നെ എനിക്ക് വയറിന് ബുദ്ധിമുട്ട് വരുന്നത്. അതൊരു സത്യമാണ്. അത് ചെയ്യുമ്പോൾ ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ അത് ചിലപ്പോൾ നെക്സ്റ്റ് ഡേയിലൊക്കെ മാറുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ശുദ്ധീകരണം, നമ്മുടെ സെൽഫ് പ്യൂരിഫിക്കേഷൻ ചെയ്യുമ്പോഴാണ് മാറാറുള്ളൂ. അതുപോലെ എനിക്ക് ഒന്നും ചെയ്യാനില്ല അതിനകത്ത്. പക്ഷേ സാധകന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അതൊക്കെ ബാധകമല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ മാത്രം നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എണ്ണയിൽ കുറച്ച് സാധനങ്ങൾ പരമാവധി കുറക്കുക എന്നുള്ളതാണ് ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.